മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും മെത്രാപ്പോലീത്തയുമായ മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറപ്പെടുവിക്കുന്ന സർക്കുലർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും പ്രിയപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും ആത്മായ സഹോദരങ്ങളെയും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവേശ്വരയുടെ ആശീർവാദവും സമാധാനവും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെയും മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാർ റാഫേൽ തട്ടിൽ പിതാവ്, പെർമനന്റ് സിനഡ് അംഗങ്ങൾ, കൂരിയ മെത്രാൻ, മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്രേറ്റർ എന്നിവരോടൊപ്പം 2024 മെയ് 13 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. അന്നേ ദിവസം പരിശുദ്ധ പിതാവ് വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെയും പ്രേക്ഷിത ചൈതന്യത്തെയും സഭയിലെ ദൈവവിളികളെയും കുറിച്ച് മെത്രാന്മാരെയും റോമിലുള്ള സീറോ മലബാർ സഭാ പ്രതിനിധികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം നമ്മുടെ സഭയ്ക്കുള്ള സാർവത്രിക സഭയുടെ അംഗീകാരമായിരുന്നു. നമ്മുടെ സഭയിൽ സമീപകാലത്ത് ആരാധനാക്രമ സംബന്ധമായി ഉയർന്നു വന്ന ഭിന്നസ്വരങ്ങളെ കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുകയുണ്ടായി. 2 തവണ എഴുത്തുകൾ വഴിയും 1 തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃതമാനം അർപ്പണരീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിന്തുണയ്ക്കുന്നതിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയിലാത്ത വിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യാമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും ആത്മായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ 2024 മെയ് 15 പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിലെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊണ്ടിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്നേഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണരീതി സീറോ മലബാർ സഭ മുഴുവനും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതിലൂടെ വചനവേദി വേമയിൽ ജനാഭിമുഖമായും അനാഫുറ ഭാഗം അൽത്താരയ്ക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം.